ഒക്കെ പറയാനുള്ളതാണ്. ഏറ്റവും ആദ്യം പരിഗണിക്കേണ്ട പാർട്ണർ നമ്മുടെ വൈഫ് തന്നെയാണ്, അല്ലെ? ഒരു സംശയവും ആണ്. ഒരു 90% ബിസിനസ് ഓണേഴ്സും ഇൻഡസ്ട്രി ലീഡേഴ്സിനെയൊക്കെ എടുത്ത് അവരുടെ ട്രയൽസ് പരിശോധിക്കുമ്പോൾ അവർക്കൊക്കെ ഇതേപോലെ ഒരു സക്സസ്ഫുൾ വൈഫ് ഉണ്ടാവാറുണ്ട്. നമ്മൾ വളരെ ചെറുപ്പത്തില് ഉമ്മാന്റെ സംരക്ഷണത്തിലേക്കാണ് വളരുന്നത്. പിന്നെ നമ്മുടെ ലൈഫിൽ അടുത്ത വലിയ ടേണിംഗ് പോയിന്റ് പറഞ്ഞത് നമ്മുടെ കല്യാണമാണ്. അപ്പൊ കല്യാണത്തിന് കിട്ടിയത് പറഞ്ഞാല് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ബ്ലെസ്സിംഗ് ആണ്. സച്ച് എ വണ്ടർഫുൾ ഗേൾ. ആർഭാടത്തിന് വേണ്ടിയിട്ട് ഒരു ദിർഹം നമ്മളെ കൊണ്ട് ചെലവഴിപ്പിക്കാറില്ല. വലിയ റെസ്റ്റോറന്റ് കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ 4 ഫോട്ടോ വീഡിയോ എടുത്തിട്ട് റീൽസ് ആണ് ഒരിക്കലും സ്വപ്നം കാണാത്ത ആള്. വസ്ത്രങ്ങളാണെങ്കിൽ ശരി ഭയങ്കരമായിട്ടുള്ള ഒരു സ്പെൻഡ്രിഫ്റ്റ് മൈൻഡ് ഇല്ലാത്ത, സത്യത്തിൽ അവൾക്കുള്ള ഒരു മൂല്യമുണ്ട് കുടുംബജീവിതത്തിലുള്ള. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാത്രമുള്ളതാണ്. മക്കൾക്ക് കൊടുക്കേണ്ട എല്ലാ ഫ്രീഡം കൊടുക്കുമ്പോഴും തന്നെ ഒരു പിടുത്തം പിടിച്ചിട്ട് തന്നെ അത് കൊടുക്കാറുള്ളൂ. ഈവൻ എനിക്ക് തന്നെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കുറച്ചെങ്കിലും ഉണ്ടാക്കി തന്നോടത്തും അവള് ഭയങ്കര റോള് വഹിച്ചിട്ടുണ്ട്. എനിക്കൊരുപാട് പ്രതിസന്ധിയുള്ള സമയം ഉണ്ടായിട്ടുണ്ട്. ബിസിനസ്സിൽ ഏറെക്കുറെ നല്ലൊരു 3.5 മില്യണോളം കിട്ടിയെടുത്ത് 2 വർഷത്തോളം വിസ ഇല്ലാതെ നിൽക്കേണ്ടപ്പോഴും എന്നെ കുറിച്ച് ഒരു വാക്ക് പോലും എവിടെയും പറയാതെ എന്റെ ഇജ്ജത്തിന് തരിമ്പ് കോട്ടം വരുത്താതെ കൂടെ നിന്ന പെണ്ണാണ്. ഞങ്ങൾ തിരക്കൊക്കെ കൂടാറുണ്ട്, പിണക്കൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതൊക്കെ നല്ല പിണക്കങ്ങളാണ്. നമ്മൾ കൊടുത്ത സൗകര്യങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ഭക്ഷണങ്ങളെ കുറവ് കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ 21 വർഷയുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞങ്ങളൊന്നും പിണങ്ങിയിട്ടില്ല. സ്നേഹത്തിന്റെ പേരിൽ മാത്രമേ പിണങ്ങിയിട്ടുള്ളൂ. നമ്മളെ മക്കളെന്നെ കാണുമ്പോൾ ഓർക്ക് തന്നെ സന്തോഷം തോന്നും.